ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തില് എല്ലാ ദിവസവും 1% പ്രോഗ്രസ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? എത്രത്തോളം വലുതായിരിക്കും? ഇറ്റ് വിൽ ബി ഹ്യൂജ്, റൈറ്റ്? ദാറ്റ് ഈസ് ദ പവർ ഓഫ് സ്മോൾ ഹാബിറ്റ്സ്. നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന, നെഗ്ലക്ട് ചെയ്യുന്ന കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെ സ്മോൾ ഹാബിറ്റ്സിന് ഓവർ എ ടൈം നോക്കുമ്പോൾ, ഒരു വർഷം നോക്കുമ്പോൾ അല്ലെങ്കിൽ 2 വർഷത്തെ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ദിസ് മച്ച് ഹ്യൂജ്. ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു ഓതറുടെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ്. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അത് വായിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്നത് സ്മോൾ ഹാബിറ്റ്സ് എങ്ങനെയാണ് ബിഗ് മൊമെന്റം ഉണ്ടാക്കുന്നത്, ബിഗ് സക്സസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. 2 ഫ്രണ്ട്സ്, ഒരാള് എല്ലാ ദിവസവും 15 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, മറ്റേ ആള് ഒന്നും ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഒരു മാസം കഴിഞ്ഞപ്പോഴും വലിയ ചേഞ്ചസ് ഒന്നും അവിടെ ഉണ്ടായില്ല. എന്നാലും ഒന്നാമത്തെ ആള് അയാളുടെ മോട്ടിവേഷൻ ഒഴിവാവാതെ എല്ലാ ദിവസവും 15 മിനിറ്റ് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പം എന്ന് നടന്ന ആള് ഓൾമോസ്റ്റ് ഒരു 90 ഹവേഴ്സ് ഒരു വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. മറ്റേ ആള് ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഫസ്റ്റത്തെ ആൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി, സ്റ്റാമിന ബിൽഡ് ചെയ്തു, ഭയങ്കര ഫിറ്റ് ആയി അയാള്. രണ്ടാമത്തെ ആൾക്ക് ഒരു ചേഞ്ചും ഉണ്ടായില്ല. ഒരു വർഷം മുമ്പ് അയാൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നത്. സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ടൈനി ചോയ്സസ് റിപ്പീറ്റഡ് കൺസിസ്റ്റന്റ്ലി. എന്നാൽ പലപ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താലും നമുക്കത് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഗോളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഗോളിൽ മാത്രം ഫോക്കസ് ചെയ്താല് നമുക്ക് മോട്ടിവേഷൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു മാരത്തൺ ഓടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പെട്ടെന്ന് പോയാൽ നമുക്കത് പറ്റൂല. അതിനുവേണ്ടി നമ്മൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. എല്ലാ ദിവസവും കുറച്ച് സമയം അതിനുവേണ്ടി നമ്മൾ ട്രെയിനിങ് എടുക്കണം. ഓൾസോ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഐ വോണ്ട് ടു ബിക്കം, ഐ വോണ്ട് ടു ഡു ദാറ്റ്, അങ്ങനെ ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിലാണ് നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാറുള്ളത്. കുറച്ച് ആൾക്കാർ മാത്രമേ, അല്ലെങ്കിൽ ഭയങ്കര റെയർ ആയിട്ട് മാത്രമേ നമ്മൾ ഹൂ വി വാണ്ട് ടു ബിക്കം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുള്ളൂ. ഒരു ഐഡന്റിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. നമുക്കൊരു കണ്ടിന്യൂസ് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ, നമ്മൾ നമ്മുടെ ഹാബിറ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഉണ്ടാക്കണം. സ്മോക്കിംഗ് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഐ വാണ്ട് ടു ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഐ എം നോട്ട് എ സ്മോക്കർ എന്നുള്ളതിൽ ഫോക്കസ് ചെയ്താൽ അവർക്ക് ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഐ വാണ്ട് ടു റീഡ് 20 ബുക്സ് ദിസ് ഇയർ എന്നുള്ളതിന് പകരം ഐ എം എ ഗുഡ് റീഡർ എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് എല്ലാ ദിവസവും വായിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടും. നമ്മളെ ഏത് ഐഡന്റിറ്റിയിലാണോ ആവുന്നത്, അതായത് നമ്മൾ എന്തായിട്ടാണോ മാറാൻ ആഗ്രഹിക്കുന്നത്, അതിലോട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മൾ എവറി ഡേ ചെയ്യുന്ന ഈ സ്മോൾ ആക്ഷൻസ്. എവറി സ്മോൾ ആക്ഷൻ ഈസ് എ വോട്ട് ഫോർ ദ പേഴ്സൺ വി വോണ്ട് ടു ബിക്കം. നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ് ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 laws ഓഫ് ബിഹേവിയർ ചേഞ്ച് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ പറയുന്നുണ്ട്. ഈ 4 കാര്യം നമ്മൾ നമ്മുടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിൽ കൊണ്ടുവന്നാൽ അത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. ആദ്യം പറയുന്നത് മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നുള്ളതാണ്. ഒരു ഹാബിറ്റ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് നമുക്ക് ഒബ്വിയസ് ആയിരിക്കണം. അതായത് എന്ന് നമ്മൾ വെള്ളം കുടിക്കാൻ, ഒരു 2 ബോട്ടിൽ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചാൽ വെള്ളത്തിന്റെ ബോട്ടിൽ നമ്മൾ നമ്മുടെ ടേബിളിൽ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബെഡിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം. അങ്ങനെ നമ്മുടെ ഹാബിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഒബ്വിയസ് ആക്കി വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. രണ്ടാമത് ചെയ്യുന്നത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നുള്ളതാണ്. അതായത് ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുക എന്നുള്ള ഒരു പ്ലാൻ ഇടുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ കോഫി കുടിക്കുക എന്നുള്ള ഒരു പ്ലാൻ ഇടുന്നത്. പിന്നെ ഉള്ളത് മേക്ക് ഇറ്റ് ഈസി. നമ്മൾ പെട്ടെന്ന് തന്നെ കുറേ കാര്യം ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. പെട്ടെന്ന് തന്നെ ഒരു ദിവസം നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ വന്നിട്ട് 1 മണിക്കൂറൊക്കെ ഹാർഡ് എക്സസൈസ് ചെയ്യുന്നതിന് പകരം ഒരു 20 മിനിറ്റ്സ് ലൈറ്റ് ആയിട്ട് തുടങ്ങി അങ്ങനെ നമ്മൾ സ്മോൾ ഹാബിറ്റ്സിലായിട്ട് തുടങ്ങാം, ഈസി ആയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മൾ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പുസ്തകം വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പില്ലോന്റെ അടുത്ത് പുസ്തകം വെക്കുക. ഇറ്റ് ഈസ് ഈസി. അല്ലെങ്കിൽ ബുക്ക് തെരഞ്ഞെടുത്ത് വായിക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കിടക്കാൻ നേരത്തെ നമ്മുടെ ബുക്ക് അവിടെ ഉണ്ട്, അതെടുത്തിട്ട് നമ്മൾ ഒരു 2 പേജോ 3 പേജോ വായിക്കാം. പിന്നെ 4ാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെയിലി ആയിട്ടുള്ള ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈങ് ആക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു കാര്യം ചെയ്താൽ അതിനുള്ളൊരു റിവാർഡ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടിക്ക് ഇടുന്നത് വരെ ഇറ്റ്സ് ലൈക്ക് എ റിവാർഡ്. അതൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കുന്നത് ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേഷനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ബാഡ് ഹാബിറ്റിന്റെ കാര്യമാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കുക. മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നുള്ളത് ഇൻവിസിബിൾ ആക്കുക, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നുള്ളത് അൺഅട്രാക്റ്റീവ് ആക്കുക, ഈസി എന്നുള്ളത് ഡിഫിക്കൽട്ട് ആക്കുക, ആൻഡ് സാറ്റിസ്ഫൈങ് എന്നുള്ളത് അൺസാറ്റിസ്ഫൈഡ് ആക്കുക. നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ
പരമാവധി നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നിട്ടും മാറ്റി നിർത്താം. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ബെഡിന്റെ അടുത്ത് നിന്ന് റൂമിലൊക്കെ നിന്നിട്ട് എക്സസൈസ് ചെയ്യുന്നത് മാറ്റിയിട്ട് അതിനായിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലം മാറ്റി വെക്കുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഫോൺ മാറ്റി വെക്കുക. അങ്ങനെ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരു ചേഞ്ച് വരുത്താം. സോ ഹിയർസ് ദ ട്രൂത്ത്. സ്മോൾ ഹാബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സ്മോൾ ആക്ച്വലി. എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മുടെ എന്ത് ഗോളും ആയിക്കോട്ടെ, ഓവർ നൈറ്റ് അത് ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. നിങ്ങൾ ഇതേപോലെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുള്ള വർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടുഡേ ഐ വാണ്ട് യു ടു ആസ്ക് യുവർ സെൽഫ് that what kind of person you want to become and what small habit that you are going to do today is a vote for that identity. Because at the end of the day, success is not a big step that happens overnight. Instead, it is that tiny small steps, 1,000 steps that taken consistently.